ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഫുൾ ബിസിയാണ്. ഒരുത്തനെ കൊണ്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പോകണം, അവനെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ പോയി പിക്ക് ചെയ്യട്ടെ. ഇപ്പോൾ സമയം 7 മണിയാവുന്നേ ഉള്ളൂ. നല്ല തണുപ്പുമുണ്ട്, നല്ല മഞ്ഞുമുണ്ട്. നമ്മുടെ ഏരിയയിൽ കോൺക്രീറ്റ് ചോർച്ച എങ്ങനെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ആരോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ വണ്ടി സൈഡാക്കി അവനും കാത്ത് നിൽക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട്. അവിടെ നിന്നൊരു പൂച്ച രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 8:30 ആകുമ്പോഴേക്ക് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനെ ബ്ലഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവരെ വീട്ടിലിറക്കി കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്തോട്ടം പോകണം. അമ്മയ്ക്ക് ഇന്നൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണ്ടായിരുന്നു, കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള. അപ്പോൾ അമ്മമ്മേനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നല്ല ടൈം എടുക്കുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പോസ്റ്റായി. ഒരു 1:30 ആയപ്പോൾ അമ്മേനെയും കൂട്ടി നമ്മുടെ സിൽക്ക് റോഡുള്ള ചാമ്പ്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ചോറില്ലാത്തതിനെ കൊണ്ട് ഞാനും അമ്മയും കൂടെ 2 ചിക്കൻ ബിരിയാണി വാങ്ങി അത് കഴിച്ച്. അപ്പോൾ ഇതാണ് ആശുപത്രി, കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രി. നമ്മുടെ കോഴിക്കോട് ബട്ട് റോഡ് ബീച്ചിൻ്റെ അടുത്തുള്ളതാണ്. കൊറോണ ഇല്ലല്ലോ അല്ലേ? ഉണ്ട് മോനെ, 2 ഉണ്ട് മോനെ. ഒന്ന് കേളപ്പാട്ടിന് ഉടുത്തിട്ട് ഇപ്പ അങ്ങ് ഇറങ്ങിക്ക്, ഒന്ന് പിന്നെ അടുക്കള വശത്ത് ആലും ആറിയിട്ടിട്ടുണ്ട് മോനെ. അത് നനഞ്ഞിന്. എന്തിനാ എനിക്ക്? നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? കേളപ്പാട്ടിന്റെ കോണം. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇനി വണ്ടി പോയി എടുക്കട്ടെ. അവിടെ നിന്ന് അമ്മേനെയും കൂട്ടി നേരെ കണ്ടംകുളത്തുള്ള അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇത് പുതിയങ്ങാടി കുറേ കാലമായിട്ടുള്ളതാണ്. നല്ല ഷർട്ടും ടീഷർട്ടും ഒക്കെ കിട്ടും. ഇതാണ് അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്. അപ്പുറത്തുള്ളതൊക്കെ മുപ്പത്തിൻ്റെ മക്കളെ വീടാണ്. ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അമ്മമ്മ, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് അമ്മമ്മേൻ്റെ അനിയത്തി. അവിടെ നിന്ന് ഒരു 5 മണിയായപ്പോൾ ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്, അതിൻ്റെ സൈഡിലാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ ഒരു 6:10 ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. രാവിലെ 6:30 തുടങ്ങിയ ഓട്ടമാണ്. അങ്ങനെ രാത്രി ആയപ്പോൾ ഒന്ന് കൊയിലാണ്ടിക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ വണ്ടി എടുത്ത് കൊയിലാണ്ടിക്ക് ഇറങ്ങി. ഗാലക്സിയിലെത്തിയപ്പോൾ എൻ്റെ PL ബ്രെഡ് പോക്കറ്റ് തിന്നു. ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോഴേക്ക് ജെനുസും അനന്തും അങ്ങോട്ടെത്തി. അനന്തും ആണെങ്കിൽ മുള്ളാൻ മുട്ടിയിട്ട് എവിടെ വയ്ക്കുന്നു തപ്പി നടക്കുന്നു. ഇത് ഗാലക്സിയിൽ പണിക്ക് നിൽക്കുന്ന ഒരു ബംഗാളി ഭായിയാണ്. അവിടെ നിന്ന് അനന്തുവിൻ്റെ ടർബോ എടുത്ത് ഞങ്ങൾ ബാദുഷയെ പോയി ചായ കുടിക്കുക. അനന്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനന്ത് കൊയിലാണ്ടി ഏരിയത്തൊരു അൾട്രാ പ്രോ ഡ്രൈവറാണ്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബായ്.